പാനൂരിൽ നവീകരിച്ച മസ്ജിദ് യാസീൻ ജനുവരി 10-ന് വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുമെന്ന് സംഘാടകർ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അസർ നിസ്കാരത്തിന് നേതൃത്വം നൽകി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോയ്യോട് PP ഉമ്മർ മുസ്ലിയാർ, TS ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് ഉദ്ഘാടന സമ്മേളനം നടക്കും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 11-ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ സ്ത്രീകൾക്ക് സന്ദർശന സൗകര്യം ഒരുക്കിയതായും ഭാരവാഹികൾ അറിയിച്ചു. 1980-ൽ AV ഇബ്രാഹിം മുസ്ലിയാരാണ് മാണിക്കോത്ത് കുഞ്ഞബ്ദുള്ള നൽകിയ സ്ഥലത്ത് മസ്ജിദ് നിർമ്മിച്ചത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 13 വരെ പ്രഭാഷണവും മതവിജ്ഞാന സദസ്സും ഒരുക്കിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ റസാഖ് ഹാജി പാനൂർ, അബ്ദുൽ സലാം അൽ ഖാസിമി, TA മജീദ്, K ഹനീഫ, മാണിക്കോത്ത് മുനീർ എന്നിവർ പങ്കെടുത്തു. ആ പള്ളി പരിസരവാസികളൊക്കെ സഹായസഹകരണങ്ങളും അതിഥികാഴ്ച കൊണ്ടൊക്കെ സഹായഹസ്തങ്ങൾ കൊണ്ടും വളരെ മനോഹരമായ രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ അത് പുനരുദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടന ക്രമം ഈ വരുന്ന 10-ാം തീയതി വെള്ളിയാഴ്ച അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കുകയാണ്. തദവസരത്തിൽ കരന്തൂർ മർക്കസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, സമസ്ത ട്രഷറർ ബഹുമാനപ്പെട്ട കോയ്യോട് ഉമർ ഉസ്താദ്, അതേപോലെ നമ്മുടെ പാനൂർ മഹല്ല് ഖാദിയും സമസ്ത കേന്ദ്ര മുഷാവറംഗവുമായ TS ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ തുടങ്ങിയവരുടെ സാന്നിധ്യവും ഞങ്ങൾ പ്രതീക്ഷിക്കാം. തുടർന്ന് 10 മുതൽ 13 വരെ 7 മണിക്ക് ശേഷം നടത്തുന്ന മതപ്രഭാഷണ പരിപാടികളുമുണ്ട്. മതപ്രഭാഷണ പരിപാടികളിൽ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന പ്രഭാഷകരായ റഹ്മത്തുള്ള സഖാഫി അഹമ്മദ്, അബ്ദുൽ ഗഫൂർ മുസ്ലിയാർ ടീച്ചേരി, ഹാഫിദ് മസ്മൂദ് ഗുഡലൂർ, ഡോക്ടർ സാലിം ഫൈസി പുറത്തൂർ എന്നിവരൊക്കെ സംബന്ധിക്കും.